എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗാർലിക് ഷവർമ ബ്രെഡ് ആണ്. ഷവർമയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇതും. ഇഫ്താറിനൊക്കെ ആണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു ഗാർലിക് ബ്രെഡിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഷവർമയുടെ ഒരു ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ബ്രസ്റ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. അധികം കട്ടിയില്ലാതെ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ആകുമ്പം അധികം എരിവ് ഉണ്ടാവത്തില്ല, പക്ഷെ നല്ലൊരു കളർ ഉണ്ടാവും. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയ ജീരകം പൊടിച്ചതാണ്, അതൊരു 1/2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെ ഗാർലിക് പൗഡറായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു 2 നുള്ള് കറുവപ്പട്ട പൊടിച്ചാണ് കേട്ടോ ഇത്. അതൊരു 2 നുള്ള് മാത്രം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു കറുവപ്പട്ടയുടെ ഒരു പൊടിയെ 2 നുള്ള് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങാ നീരാണ്. അത് 1 ടേബിൾ സ്പൂൺ ഇതുപോലെ പിഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുന്ന ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്കോ വെച്ചിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ചിക്കൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ തന്നെ ഒരു മസാലയൊക്കെ കയറും. അപ്പോൾ ഓരോ ചിക്കൻ കഷ്ണങ്ങളും എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു മസാല ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് ഞാനൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കനിൽ ഇതുപോലെ മസാല പുരട്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. എങ്കിലും ആ ഒരു ചിക്കനകത്ത് ആ ഒരു മസാലയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് പിടിക്കത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു മാവ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ തരിയായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് പൊടിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. വലിയ തരിയായിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ ചെറു ചൂടുള്ള ഒരു 1/4 കപ്പ് പാലിൽ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഈ ഒരു ഈസ്റ്റും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ തന്നെ പൊങ്ങി വന്നതിന് ശേഷം ആ ഒരു മിക്സാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൂറ്റിയിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്ത് ഈ ഒരു മുട്ടയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മാവ് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇളം ചൂടുള്ള പാലാണ്. ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല. ഒരു ഇളം ചൂടുള്ള പാൽ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മയത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊന്നും കുഴക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി മാവ് നല്ല ലൂസാക്കി നല്ല മയത്തിൽ വേണമെന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈ നന്നായിട്ട് വീണ്ടും ഒന്ന് കഴുകിയിട്ട് വീണ്ടും 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് നല്ല പോലെ തന്നെ പൊങ്ങി ചെറിയൊരു ബ്രെഡ് പരുവത്തിൽ കിട്ടേണ്ടതാണ്. അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മാവിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഓയിലൊന്ന് ആക്കി കൊടുക്കുക. അത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 250 ml കപ്പിൽ 1 കപ്പ് പാലെടുത്തതിൽ എനിക്ക് ഏകദേശം ഒരു 1/2 കപ്പ് മാത്രമേ പാൽ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ.
നമ്മൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ പാലിൻ്റെ അളവ് കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കാം. നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ല മയത്തിലൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ഇനി ഒരു ചെറിയൊരു നനഞ്ഞൊരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഇതൊരു ക്ലിംഗ് റാപ്പോ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു മാവ് നല്ല പോലെ തന്നെ പൊങ്ങി നല്ല ഡബിളായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറോളം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓവനിലാണെങ്കിൽ ഓവനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താലും മതി. ഒരുപാടങ്ങ് തീ നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കരുത്. ആ ഒരു മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് തീ കുറയ്ക്കാൻ വേണ്ട. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ 2 സൈഡിൽ നിന്നും മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ്റെ ഉൾവശമൊക്കെ നല്ല പോലെ തന്നെ വെന്ത് 2 സൈഡ് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിനകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഓയിലൊന്ന് ചൂടായിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഓയിലിനകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഷവർമ സോസ് ആണ്. മയോണൈസ് മാത്രമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ അത്ര നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇതുപോലെ നമ്മൾ ഷവർമ സോസ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഷവർമ സോസ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു പെരി ഷവർമ ഉണ്ടാക്കിയ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ക്യാരറ്റും കുക്കുംബറും ഞാൻ ഉപ്പിലിട്ടതാണ്. സാധാരണ നമ്മൾ ഷവർമയൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ ഉപ്പിലിട്ട് വെജിറ്റബിൾസ് വെച്ച് തരാറില്ലേ. അപ്പോൾ അതുപോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും കുക്കുംബറും നമ്മൾ ഇതുപോലെ ഉപ്പിലിട്ടത് എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ക്യാബേജ് ഈ ഒരു വലുപ്പത്തിലൊന്ന് അരിഞ്ഞിട്ടെടുത്താണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു തക്കാളി അതിൻ്റെ ഉള്ളിലെ ഒരു കുരുവും വെള്ളവും കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരുന്ന ഓരോ ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ ചെറിയ പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം തന്നെ നമുക്ക് ഒരു ഷവർമയ്ക്കകത്ത് നിന്ന് കിട്ടുന്ന പോലെ തന്നെ ചെറിയ പീസാക്കി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ ബട്ടറാണ്. ബട്ടർ എടുക്കുമ്പോൾ അൺസാൾട്ടഡ് ബട്ടർ തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതുപോലെ തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുത്താണിത്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്വല്പം മാത്രം ഉപ്പും കൂടി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ബട്ടർ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ ബട്ടർ എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ 2 ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. വലിയൊരു പാത്രത്തിൽ ഒന്നായിട്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഈ ഒരു സ്നാക്സ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല കേട്ടോ. അത്യാവശ്യം കുടിയുള്ളൊരു അലുമിനിയത്തിനൊക്കെ വേറൊരു പാത്രം എടുത്താലും മതി. ഈ ഒരു പാത്രത്തിലേക്കും കുറച്ച് ബട്ടർ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു മാവ് ഇവിടെ ഒരു 1.5 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ നല്ല ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു കുഴച്ച് വെച്ചതിലും കുറച്ചും കൂടി നല്ല മയത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 2 ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരേ വലിപ്പത്തിൽ ഒരു 4 ബോൾസാക്കി ഇതുപോലെ എടുക്കുക. ഇനി ഈ ഒരു മാവ് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. ഒരുപാട് ഈ ഒരു മാവിൻ്റെ കട്ടിയങ്ങ് കുറഞ്ഞങ്ങ് പോവരുത്. ചെറിയൊരു കട്ടിക്ക് തന്നെ വേണം നമ്മൾ ഈ ഒരു മാവ് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പരത്തിയെടുക്കുന്ന സമയത്ത് പൊടി ആവശ്യമെങ്കിൽ ഇതുപോലെ കുറച്ച് പൊടി തൂക്കിയിട്ട് നമുക്ക് പരത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു കട്ടിക്ക് ഇതുപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുത്ത മാവ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊരു 3-4 ടീസ്പൂണോളം ഷവർമ സോസും കൂടെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണിത്. അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു ക്യാബേജും തക്കാളി അരിഞ്ഞത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറിയതായിട്ട് അരിഞ്ഞിട്ടെടുത്ത് വെച്ചിരുന്ന ഒരു ചിക്കനും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ഫില്ലിംഗ് ആയി പോകരുത് കേട്ടോ, ഒരുപാടായാലും ഇതങ്ങ് പൊട്ടി അങ്ങ് പോവും. അതുപോലെ തന്നെ ഉപ്പിലിട്ട ഒരു ക്യാരറ്റും കുക്കുമ്പറും കുറച്ച് മാത്രം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് ഷവർമ സോസും കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു മാവ് എടുത്തിട്ട് ആ ഒരു കട്ടിക്ക് ഇതുപോലെ തന്നെ നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇതുപോലെ ഈ ഒരു മാവ് ഒരു കട്ടിക്കൊന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കൈ കൊണ്ട്. നമ്മൾ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സൈഡ് ചേർത്ത് ഒരുപാട് അങ്ങ് വെച്ച് കൊടുക്കരുത്. ആ ഒരു സൈഡ് ചേർത്ത് ഒരുപാട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്താൽ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാനും പ്രയാസമാവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ബട്ടറിൻ്റെ ഗാർലിക്കിൻ്റെ ഒക്കെ ഒരു മിക്സ് നമ്മൾ ആക്കി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ആ ഒരു മാവങ്ങ് മുറിഞ്ഞു പോകരുത്, ചെറിയതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഈ ഒരു കട്ട് ചെയ്തെടുത്ത ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ കുറച്ച് മൊസറല്ല ചീസ് ഇതുപോലെ വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഒരു മൊസറല്ല ചീസും ആ ഒരു വിടവിലെല്ലാം തന്നെ ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഒരു നുള്ളു കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇതൊന്ന് വെതറി ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഒരു 2 മാവും പരത്തിയിട്ട് ഇതുപോലെ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഇത് ഓവനിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തിട്ട് എടുക്കാനാണ്. ഞാനിപ്പോൾ ഇത് ഓവനിലല്ല കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ ഒരു പാത്രത്തിനുള്ളിലേക്ക് ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ഒരു പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരുപാടങ്ങ് തീ കുറച്ച് വെച്ച് കൊടുക്കണ്ട, ഒരുപാട് തീ കൂടിയും പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ നമുക്കിത് ബേക്കായി കിട്ടും. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് സമയം ചിലപ്പോൾ കൂടിയോ കുറഞ്ഞെന്നോ ഇരിക്കാം. ഇതുപോലെ ഹോളുള്ള മൂടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ആവി ഒട്ടും തന്നെ വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 25 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് ഒരു കത്തി വെച്ച് നമുക്കിതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഈ ഒരു പാത്രത്തിലുള്ളത് ഞാനൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ സൈഡ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു കത്തി കൊണ്ട്. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റാവുന്നതാണ്. ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഗാർലിക് ബ്രെഡിൽ ഷവർമയുടെ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. നോയമ്പൊക്കെ വരികയല്ല, ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇത് 2 എണ്ണം ഉണ്ടാക്കിയാൽ തന്നെ ഒരുപാട് പേർക്ക് കഴിക്കാനുണ്ട്. കുറച്ച് സമയം എടുക്കുമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.